നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഗീവ് അവേയുടെ കാര്യം എല്ലാവരും അറിഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ പങ്കെടുക്കുക. വ്യാഴാഴ്ച വരെയാണ് സമയമുള്ളത്. ഒളിമ്പ്യാഡിൻ്റെ 10 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ഇന്ത്യ ഏകദേശം കിരീടം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതുപോലെ 10ാം റൗണ്ടിലും ഒരുപാട് മികച്ച ഗെയിമുകളുണ്ടായിരുന്നു. അതിലെ ഒരു ഷോക്കിംഗ് ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ വെസ്ലി സോയും നമ്മുടെ പ്രജ്ഞാനന്ദയും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ സോ വൈറ്റ് സൈഡും പ്രജ്ഞാനന്ദ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇറ്റാലിയൻ ഗെയിമാണ്. ഇവിടെ വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് D3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ B5 മൂവ് കൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് A4 മൂവ് കൊണ്ട് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. B4 മൂവ് കൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് ബിഷപ്പിനെ A7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെ പിൻ ചെയ്യാൻ ഇപ്പോഴും അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് H3 മൂവ് കൊണ്ട് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. പ്രജ്ഞാനന്ദ ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വെട്ടുന്നു. അടുത്തായി വൈറ്റ് B4 മൂവ് ചെയ്യുന്നു. പ്രജ്ഞാനന്ദ ക്വീനെ E8ലേക്ക് കൊണ്ടുവന്ന് H5 സ്ക്വയറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ആണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് പോൺ എടുക്കാം. ഇപ്പോൾ വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് F2ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ A2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ഈ സമയത്ത് പ്രജ്ഞാനന്ദ നൈറ്റിനെ H5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F2ലെ പോണിന് ആ റൂക്ക് വെച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കുന്നു. ഇനി പോൺ വെച്ച് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. പ്രജ്ഞാനന്ദ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. നൈറ്റിനെ B4ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പും നൈറ്റുമായിട്ട് ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം B5 മുതലുണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിലും ഈ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ വൈറ്റിന് അങ്ങനെ ഒരു എക്സ്ചേഞ്ച് താല്പര്യമില്ല. എന്നാൽ ആ നൈറ്റിനെ അങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കുന്നത് അപകടമാണ്. ഇപ്പോൾ G3 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു ചെക്കോട് കൂടി H3യിൽ പോയിന്റ് എടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ആദ്യം കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H3യിലെ പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം G3 മൂവ് കൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ G6ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇതോടെ വൈറ്റിൻ്റെ കിങ്സിലെ പോൺ സ്ട്രക്ചർ കുറച്ച് വീക്കായിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ആദ്യം പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോൺ വെട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വെട്ടുന്നു. അതിനുശേഷം വൈറ്റ് കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 ഇതുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് പോൺ വെച്ച് പോൺ വെട്ടാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഇവിടെ ഈ ഡബിൾഡ് പോൺ എന്നുള്ള ആ വീക്ക്നെസ് ബ്ലാക്കിന് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ വെട്ടുന്നില്ല. പകരം നൈറ്റിനെ D2ലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഈ സമയത്ത് പ്രജ്ഞാനന്ദ നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E4 പോണവരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ക്വീനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ C3യിലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. ബ്ലാക്ക് ക്വീനെ C6ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് C4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ആദ്യം റൂക്കിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് പോൺ ഇട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്തുകൊണ്ട് ഈ G5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ രണ്ട് റൂക്കളെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. F8ലെ റൂക്കിനെ കൂടെ D7ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ രണ്ട് റൂക്കുകളും ഒരേ ഫയലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താൽ റൂക്കുകൾക്ക് ഓപ്പൺ ഫയൽ കിട്ടും. ഇവിടെ വൈറ്റ് A5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇതോടെ ഈ D5 ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രജ്ഞാനന്ദ വളരെ വേഗത്തിൽ ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ D3ലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇവിടെ പല വിധത്തിലുള്ള അറ്റാക്കിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വെസ്ലി സോ
ആദ്യം തന്നെ ആ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ റൂക്ക് ഇപ്പോൾ അറ്റാക്കിൽ നിന്ന് മാറുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോട് കൂടെ ബ്ലാക്കിൻ്റെ റൂക്കിനെ എടുക്കാൻ കഴിയും. അതുകൊണ്ട് പ്രഗ്നാനത ഇപ്പോൾ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റൂക്കിനടുന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ B5ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടുന്നു, ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ A5ലെ പോൺ അറ്റാക്കിലാണ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആദ്യം ക്വീനെ C2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ C7ലെ പോൺ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ D7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സംരക്ഷിച്ച ശേഷം ക്വീനെ A2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് A5ലെ പോണിന് ഒരു സപ്പോർട്ടും കൊടുക്കുന്നു. ബ്ലാക്കിനിപ്പോൾ പല രീതിയിൽ ആ ചെക്ക് ഒഴിവാക്കാം. പ്രഗ്നാനത ഇവിടെ കിങ്ങിനെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ആദ്യം ക്വീനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. പ്രഗ്നാനത അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ വെച്ച് പോണിനെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ E5ലെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ആ പോണിന് 2 പീസുകളുടെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ആദ്യം ക്വീനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. എന്നാൽ പ്രഗ്നാനത ഇപ്പോൾ ആ പോണിന് വേറെ സപ്പോർട്ടൊന്നും കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ A2ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിൻ്റെ F2ലെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്കും റൂക്കിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻറ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോകാം. വൈറ്റ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് ചെയ്യുന്നത്. ബിഷപ്പ് വെച്ച് H6ലെ പോണിട്ട് എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ മൂവിനെ 2 രീതിയിൽ കണക്കാക്കാം. ഒരു ബിഷപ്പ് സാക്രിഫൈസ് ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു പീസ് എക്സ്ചേഞ്ച് ആയിട്ടും കണക്കാക്കാം. അതായത് ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് ആ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നെങ്കിലാണ് അതൊരു സാക്രിഫൈസ് ആവുന്നത്. എന്നാൽ പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുകയാണെങ്കിൽ അതൊരു പീസ് എക്സ്ചേഞ്ച് ആണ്. പ്രഗ്നാനത ഇവിടെ ഒരു പീസ് എക്സ്ചേഞ്ച് ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. എന്നാൽ ഇവിടെ കിങ് വെച്ച് ബിഷപ്പിനെ എടുത്താൽ എന്താണ് പ്രശ്നം നോക്കാം. ഇങ്ങനെ കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുകയാണെങ്കിൽ ആദ്യം നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കാം. ഇപ്പോൾ കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത നൈറ്റ് വെച്ച് വീണ്ടും ചെക്ക് വരികയും ഈ നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. അല്ലാതെ നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടിയാലും പോൺ വെച്ച് തിരിച്ചോട്ടാം. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും നേരത്തെ കണ്ട പോലെ ആദ്യം നൈറ്റ് വെച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 3 ഓപ്ഷനാണുള്ളത്. അതിലിപ്പോൾ കിങ് G8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ നൈറ്റിനെ എടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ H8ലേക്കാണ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ക്വീനെ C8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. റൂക്ക് വെച്ചോ നൈറ്റ് വെച്ചോ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താലും ആ പീസിൽ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ക്വീനെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ നൈറ്റ് വെച്ച് ചെക്ക് വരുമ്പോൾ കിങ് H6ലേക്ക് വന്നാലും ഈ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഈ സമയത്ത് റൂക്ക് വെച്ച് നൈറ്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ ഈ 2 രീതിയിലും ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും വൈറ്റിനെ നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പ്രഗ്നാനത ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് G5 സ്ക്വയർ കൺട്രോൾ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോൺ ഇങ്ങോട്ടേക്ക് മാറിയതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ നൈറ്റിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് വൈറ്റ് ക്വീന് വെച്ച് ആ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഈ സമയത്ത് പ്രഗ്നാനത ക്വീനെ കൂടെ തിരിച്ചുകൊണ്ടുവരികയാണ്. ക്വീനെ E6ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വെസ്ലിസോ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന തന്നെയായിരുന്നു ബ്ലാക്കിന് നല്ല മൂവ്. എന്നാൽ പ്രഗ്നാനത ഇപ്പോൾ ആ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ഈ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. A5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റ് ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. പ്രഗ്നാനതയ്ക്ക് ഇപ്പോഴും ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകാമായിരുന്നു. എന്നാൽ പ്രഗ്നാനത ഇപ്പോഴും അത് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ പിന്നിൽ നിന്നും ഒഴിവാക്കുന്നു.
ഇത് ഗെയിമിലെ 38ാമത്തെ മൂവാണ്. പ്രജ്ഞാനന്ദ ഇവിടെ വളരെയധികം ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. ഇനി 30 സെക്കൻഡുകൾ മാത്രമേ പ്രജ്ഞാനന്ദയ്ക്ക് ബാക്കിയുള്ളൂ. വൈറ്റിന് 3.5 മിനിറ്റോളം ബാക്കിയുണ്ട്. ഇനി 2 മൂവുകൾ കൂടെ കഴിഞ്ഞാൽ മാത്രമേ സമയം കൂടുതൽ കിട്ടുള്ളൂ. അതായത് 40 മൂവുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറുകൾ കൂടെ ആഡായി കിട്ടും. ഇവിടെ വൈറ്റ് മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ H5ലേക്ക് പോയതുകൊണ്ട് H6 പോണെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. പ്രജ്ഞാനന്ദ നൈറ്റിനെ H8ലേക്ക് പോയതുകൊണ്ട് ആ പോണിന് ക്വീൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ ആ നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ കിങ്ങിനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പ്രജ്ഞാനന്ദ വീണ്ടും കിങ്ങിനെ അടുത്ത് മാറ്റാണ്. കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് H6 പോണെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു സ്ട്രോങ് മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യം നൈറ്റ് വെച്ച് H6 പോകേണ്ടതുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിനെ ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ നേടിയെടുക്കാനും കഴിയും. പിന്നീട് ബ്ലാക്കിനിവിടെ 2 പാസ്ഡ് പോണുകളുണ്ടെങ്കിലും വൈറ്റിന് റൂക്കും നൈറ്റും വെച്ച് ആ പോണുകളെ തടയാൻ കഴിയും. പോരാത്തതിന് വൈറ്റിനും ഇവിടെ 2 പാസ്ഡ് പോണുകളുണ്ട്. അതെല്ലാം കണക്റ്റഡ് പോൺസാണ്. ഇപ്പോൾ 40 മൂവുകൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അരമണിക്കൂർ വീതം ആഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ടൈം പ്രഷർ ഇല്ലാതെ കളിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് പ്രജ്ഞാനന്ദ തോൽവി സമ്മതിച്ചത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.